ആയിട്ടുള്ള വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മോർണിംഗ് വൈബ്സിൽ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ചെറുകുന്നിലെ ഒരു കാറും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ച് അങ്ങനെ വലിയൊരു അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. 5 പേർക്കാണ് ദാരുണമായിട്ടുള്ള അന്ത്യമുണ്ടായത്. കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചവർ. കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിൽ 4 പേർ. മരിച്ച 5 പേരും അവർ 5 പേരും കാർ യാത്രക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്യാസ് സിലിണ്ടർ ലോറിയിൽ മായുള്ള കൂട്ടിയിടിയിൽ ആ കാർ പൂർണ്ണമായും തകർന്നു. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. എത്രമാത്രം രൂക്ഷമായിട്ടുള്ളൊരു അപകടമാണ് നടന്നത്. എന്തായാലും ഒരു കുടുംബത്തിലെ 4 പേരും ഒപ്പം ആ കാറിൻ്റെ തന്നെ ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിക്ക് ശേഷമായിരുന്നു അപകടം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KV ബൈജു കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. ബൈജു, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നില്ല, എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത ആയതുകൊണ്ട്. എന്നാലും വലിയൊരു ദുരന്തം. ഇത് ഏത് സ്വദേശികളാണ്, എവിടെയുള്ളവരാണ്? കാസർഗോഡ് എവിടെയാണ് ഇവരുടെ വീട്? എൽദോ, തീർച്ചയായും കാസർഗോഡ് 5 പേരുടെ മരണ വാർത്തയാണ് ഇത്തരത്തിൽ വാഹനാപകടത്തിൽ രാവിലെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഭീമനടി മണ്ഡപം കമ്മാടത്ത് ചൂരിക്കാട്ട് സുധാകരൻ, ഇദ്ദേഹത്തിന്റെ ഭാര്യ അജിത, അതുപോലെ തന്നെ ഭാര്യ പിതാവ് കൃഷ്ണൻ, ഈ അജിതയുടെ സഹോദരന്റെ മകൻ ആകാശ്, ഒപ്പം ഡ്രൈവർ കാലിച്ചാനടുക്കം ശാസ്താംപാറ ശ്രീശൈലത്തിൽ KN പത്മനാഭൻ എന്നിവരാണ് മരിച്ചത്. ഈ 4 പേർ സംഭവ സ്ഥലത്തും കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. എന്തായാലും അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നിരുന്നു. കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ ഇത്തരത്തിൽ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ചെറുകുന്ന് പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം രാത്രി 10:45 കൂടിയാണ് ഈ അപകടമുണ്ടായത്. കണ്ണൂർ ഭാഗത്തേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി പോവുകയായിരുന്ന ലോറിയും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് ഇത്തരത്തിൽ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാറ് ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു. എന്തായാലും ഇവരുടെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ണൂർ പരിയാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തോ ബൈജു, എന്താണ് സംഭവം? അതായത് ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ അപകടമുണ്ടാകുന്ന ഒരു പ്രദേശമാണോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എൽദോ, ഈ ഭാഗത്ത് പതിവായി അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും ഇവർ കോഴിക്കോട് ഒരു സ്വകാര്യ ആവശ്യത്തിന് പോയതാണ് ഈ കുടുംബം. അവിടെ നിന്നും തിരിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. എന്തായാലും നേരത്തെയും ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി ലോറികൾ ഉൾപ്പെടെ ഇതൊരു ഷോർട്ട് കട്ട് റൂട്ടാണ്, പിലാത്തറ എത്തുന്ന ഷോർട്ട് കട്ട് റൂട്ടാണ്. നിരവധി ലോറികളാണ് ഈ ഭാഗത്തെ കൂടി പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ ലോറി അമിത വേഗതയിലാണെന്ന ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ്, ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാസർഗോഡ് ഭീമനടി സ്വദേശികളാണ് ഇവരെ മരിച്ച 5 പേരും. എന്തോ ബൈജു, ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു എന്നാണോ? കാറിൽ രക്ഷാപ്രവർത്തനം വൈകുകയോ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഒരു അടിയന്തര ഇടപെടലിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലേ അവിടെ? എൽദോ, രക്ഷാപ്രവർത്തനം അപ്പോൾ തന്നെ നാട്ടുകാർ നടത്തിയിരുന്നു. അത്രയും വലിയൊരു ഇടിയാണ് ഇത് സംഭവിച്ചത്. 4 പേർ സംഭവ സ്ഥലത്ത്. ഈ കുട്ടിയെയാണ് ആശുപത്രിയെ കൊണ്ടുപോകുന്ന വഴി ഇത്തരത്തിൽ മരണം സംഭവിച്ചത്. ഈ കാറ് അപകടത്തിൽ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കാറ് വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാരും ഒപ്പം പോലീസും സംഭവ സ്ഥലത്ത് അപ്പോൾ തന്നെ എത്തിയിരുന്നു. രക്ഷാപ്രവർത്തനം അപ്പോൾ തന്നെ നടത്തിയിരുന്നു. പക്ഷേ കാർ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത്തരത്തിൽ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ. എന്നാലും കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. നാട്ടുകാർ അപ്പോൾ തന്നെ എത്തിയിരുന്നു. പക്ഷേ 4 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. എന്തോ ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചവർ. ആ കുടുംബത്തിലെ 4 പേർ ഒപ്പം ഡ്രൈവർ. കണ്ണൂർ ചെറുകുന്നത്തായിരുന്നു ഇത്തരത്തിലൊരു അപകടം. കാറും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന വലിയ ലോറിയും തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായ ലോറിയുടെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന വിധത്തിലാണ് അപകടശേഷം കണ്ടത്. കാർ വെട്ടിപ്പൊളിച്ച് ഇവരെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയി.